ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം ശ്ലോകം 2. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭദാം സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ. കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസത് വർഷ്മാസമാജൃംഭദാം. നാരായണ 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 കൃഷ്ണ നാരായണ 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 കണ്ണാ നാരായണ നാരായണ നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പ്രപഞ്ചം മുഴുവനും ഇളക്കി മറിക്കുന്ന തരത്തില് ഹിരണ്യകശിപുവിന്റെ കാതുകൾ രണ്ടും കൊട്ടി അടയ്ക്കപ്പെടുന്ന തരത്തില് ഉള്ള ഭയങ്കരമായ ഒരു ശബ്ദം അവിടെ ഉണ്ടായി. അത് ഭഗവാനിൽ നിന്നാണ് ആ ഉണ്ടായത്. ഒരിക്കലും ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ഇത്ര ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായി. പേടിച്ച് വിറച്ചു എന്നർത്ഥം. ഇവിടെ ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇളകിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി ആ ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. മഹാസംരംഭിണി, വല്ലാതെ കോപം ഉണ്ടായ ദൈത്യേ, ആ അസുരൻ ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിന് വല്ലാത്ത കോപമോട് വന്നു. അതായത് ഉണ്ടായിരുന്ന കോപം ഒന്നുകൂടെ ഇരട്ടിച്ചു. ഉള്ളിലൊരു നല്ല ഭയമുണ്ട്, എങ്കിലും ആ ദേഷ്യം അങ്ങോട്ട് വല്ലാതെയായി. ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി, ദിക്ഷു നാല് പാടും, നാല് വശത്തേക്കും, വിസൃഷ്ട ചക്ഷുഷി അതായത് കണ്ണുകൾ അയക്കവേ എന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തേക്കും നോക്കവേ. എവിടെ നിന്നാണ് ഈ ശബ്ദം ഉണ്ടായത് എന്നറിയാനായിട്ട് നാല് ഭാഗത്തേക്കും നോക്കി. വിഭോ, അല്ലയോ സർവവ്യാപിനായിട്ടുള്ള ഭഗവാനെ. ഇവിടെ ഹിരണ്യകശിപു നാല് പാടും നോക്കി, ഉള്ളിൽ വല്ലാത്ത ഭയത്തോടു കൂടി നാല് പാടും നോക്കി. അപ്പോൾ എന്താണ് കണ്ടത്? ന മൃഗാത്മകം, മൃഗത്തിന്റെ രൂപം അല്ലാത്തതും, ന മനുജാകാരം എന്ന മനുഷ്യന്റെ രൂപം അല്ലാത്തതും ആയ തേ വപു, അവിടുത്തെ ശരീരം, വപു ശരീരം, സ്തംഭത തൂണിനുള്ളിൽ നിന്ന് സംഭൂതം പുറത്തേക്ക് ചാടി. അപ്പൊ എന്താണ് അവിടെ കണ്ടത് ഹിരണ്യകശിപു? മൃഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അത്തരത്തിലുള്ള ഒരു രൂപം ആ തൂണിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി. ആ സമയത്ത് അസുരൻ ഈ ഹിരണ്യകശിപു ഭീഷണം, പേടിയാവുന്നതും, അതായത് ഭയങ്കരവും അദ്ഭുതം ആശ്ചര്യകരവുമായ ഏതത് ഇത്, കിം കിം എന്താണ് ഇത്, എന്താണിത്, ഇത് വളരെ ഭയങ്കരമായിട്ടുള്ളൊരു രൂപം,
അത്യത്ഭുതകരമായിട്ടുള്ള ഒരു രൂപം. ഇതെന്താണ് എന്താണ് ഇത് എന്നിങ്ങനെ വ്യുദ്ഭ്രാന്ത ചിത്തേ ചിത്തേ മനസ്സില് വ്യുദ്ഭ്രാന്ത, അതായത് അമ്പരന്ന മനസ്സോടുകൂടി, അല്ലെ ഒരു പരിഭ്രാന്തി കലർന്ന മനസ്സോടുകൂടി ഇത് എന്താണിത്, എന്തൊരു രൂപമാണ് ഈ പുറത്തേക്ക് വരുന്നത്, തൂണിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്നത്, മൃഗമാണോ എന്ന് ചോദിച്ചാൽ അതല്ല, മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു വല്ലാത്ത ഭീകരമായിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള ഒരു രൂപം, ഇതെന്താണ് എന്നിങ്ങനെ അമ്പരന്നങ്ങട് നിന്നു. വിസ്ഫൂർജ ധവളോഗ്ര രോമ വികസത് വർഷ്മ. വിസ്ഫൂർജ, അപ്പൊ ഇവിടെ ഭഗവാൻ എഴുന്നു നിൽക്കുന്ന ധവള വെളുത്ത, ഉഗ്ര രോമ കൂർത്ത വെളുത്ത് കൂർത്ത രോമങ്ങളാൽ, വികസത് അതായത് വികസിക്കുന്ന വലുതാകുന്ന, വർഷ്മ ശരീരത്തോട് കൂടിയവനായി. അപ്പൊ എങ്ങനെയാണ് പുറത്തേക്ക് വന്ന ആ രൂപം? ശരീരം മുഴുവനും വെളുത്ത് കൂർത്ത രോമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആ ശരീരം അങ്ങോട്ട് വളരാൻ തുടങ്ങി. അങ്ങനെയുള്ള ശരീരത്തോട് കൂടി ആണ് ഇവിടെ നിൽക്കുന്നത്. തടി പെരുകുന്ന, വണ്ണം കൂടിക്കൂടി വരും, വലിപ്പം കൂടിക്കൂടി വരുന്ന ആ ഉടലോട് കൂടിയവനായി സമാജൃംഭത അങ്ങോട്ട് വളരാൻ തുടങ്ങി. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ രൂപം വെളുത്ത് കൂർത്ത എഴുന്നു നിൽക്കുന്ന രോമങ്ങളോട് കൂടിയതാണ്. ശരീരം പതുക്കെ പതുക്കെ അങ്ങോട്ട് വളരുവാനും തുടങ്ങി. ഇവിടെ കഴുത്തുവരെ സിംഹത്തിൻ്റേത്, അതുപോലെ താഴേക്കുള്ളത് മനുഷ്യൻ്റേത് എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് ഇവിടെ ആ മൃഗാത്മകം ന മനുജാകാരം, അതായത് നരസിംഹത്തിൻ്റെ രൂപം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഭഗവാൻ. അതുകൊണ്ടാണ് ഇത് മൃഗമാണോ എന്ന് പറയാൻ പറ്റൂല, എന്നാൽ മനുഷ്യനാണോ എന്നും പറയാൻ പറ്റില്ല. അതായത് രണ്ടുമല്ലാത്ത തരത്തിലുള്ള ഒന്നാണ് എന്ന് ഉറപ്പിച്ചു പറയുക, രണ്ടും കൂടെ കൂടിയ ഒരു ശരീരമാണ് ഇവിടെ ഭഗവാന്റെ ഉണ്ടായിരിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.